ഏവർക്കുമൊക്കെ അറിയാവുന്നതുപോലെ അന്നത്തെ ക്രൂരനായിരിക്കുന്ന രാജാവായിരുന്നു നീറോ ചക്രവർത്തി. ക്രൂരതയുടെ പര്യായ പദമായിട്ടാണ് നീറോയെ കാണുന്നത്. ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളോട് വളരെയധികം ശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു നീറോ ചക്രവർത്തി. അനേക പീഡനങ്ങൾ താൻ ആ കാലഘട്ടങ്ങളിൽ അഴിച്ചുവിട്ടു. അതിനുശേഷമൊക്കെ വന്ന രാജാക്കന്മാരും അപ്രകാരം തന്നെ ക്രൂരമായ ഭരണ പരിഷ്കാരങ്ങളൊക്കെ നടത്തിയ പ്രിയപ്പെട്ടവരായിരുന്നു. ട്രോജനെ പോലെ, ഡൊമീഷ്യനെ പോലെ സ്വന്തം സഹോദരനെയൊക്കെ കൊന്നതിന് ശേഷം രാജ്യത്വത്തിലേക്ക് വന്ന പ്രിയപ്പെട്ടവനായിരുന്നു ഡൊമീഷ്യൻ. ഡൊമീഷ്യന്റെ കാലഘട്ടത്തിലാണ് യോഹന്നാൻ പത്മോസ് ദ്വീപിലേക്ക് പോയത് എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ തന്നെ ചക്രവർത്തിമാരെ ആരാധിക്കുന്ന ഒരു സ്ഥിതി അന്നുണ്ടായിരുന്നു. ഇമ്പീരിയൽ വർഷിപ്പ്, ഇമ്പീരിയൽ കൾട്ട് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. സിറ്റികളിലെല്ലാം രാജാക്കന്മാരുടെ സ്റ്റാച്യു ഒക്കെ വെച്ച് അതിനെ ആരാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. രാജാക്കന്മാരെ ആരാധിക്കുക മാത്രമല്ല, അന്നൊക്കെ ലോക്കൽ കൾട്ടുകൾ ഉണ്ടായിരുന്നു, ലോക്കൽ വർഷിപ്പ് സെന്റേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എഫെസോസ് സെന്ററിനെ ഒക്കെ നമുക്ക് കാണുന്ന അർത്തമീസ് ദേവിയെ പോലെയൊക്കെയുള്ള ലോക്കൽ കൾട്ടുകൾ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ഡയാന പോലെ ഇതിനൊക്കെ ആരാധിക്കുന്ന ആരാധനകൾ, സിസ്റ്റങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പേർസിക്യൂഷൻ ശക്തമായിട്ട് നടന്നു. ക്രൈസ്തവ സമൂഹങ്ങൾ ബലഹീനരും അതുപോലെ തന്നെ ഭൂരിപക്ഷം ആളുകളും ദരിദ്രരും ഒക്കെ ആയിരുന്നു. ഇങ്ങനെയുള്ള ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ് ഈ വേദഭാഗങ്ങൾ നമുക്ക് വായിക്കുവാനായിട്ടും ചിന്തിക്കുവാനായിട്ടും നമ്മൾ തയ്യാറാകേണ്ടത്. ഈ സന്ദർഭത്തിൽ പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ പീഡനത്തിന്റെ അനുഭവത്തിൽ കൂടെ കടന്നുപോയ ദൈവമക്കളുടെ ധൈര്യത്തിനും അവരുടെ ശക്തീകരണത്തിനും വേണ്ടി ദൈവം നൽകിയ വെളിപ്പാടുകളാണ് ഈ അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അനേക വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഒക്കെ ഈ വേദഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ പരാമർശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഈ പുസ്തകം പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മറ്റു ചിന്തകൾക്കും അപ്പുറമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹത്തിനുണ്ടായ ചില ദർശനങ്ങളാണ് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം. അതിലൊന്ന്, ചക്രവർത്തി ആരാധന നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ചക്രവർത്തിമാരാണ് ഏറ്റവും വലിയ പ്രബലരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ എന്ന് കരുതുന്ന സമൂഹത്തിൽ, അല്ലെങ്കിൽ ചക്രവർത്തിമാരുടെ റോമൻ സിംഹാസനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സിംഹാസനം എന്നൊക്കെ വിശേഷിക്കപ്പെടുന്ന ആ ഒരു കാലഘട്ടത്തിൽ ദൈവം യോഹന്നാന് നൽകുന്ന വെളിപ്പാടിൽ കൂടെ പറയുകയാണ്, അതിനെക്കാട്ടിലും ഉന്നതമായിരിക്കുന്ന ഒരു ദർശനം, അത് ക്രിസ്തുവിന്റെ ദർശനമാണ്. ഈ രാജാക്കന്മാർക്കുമൊക്കെ അപ്പുറമായിട്ട് ഒരു ക്രൈസ്തവ ദർശനം, ക്രിസ്തു ദർശനം നൽകുകയാണ്. അതുകൊണ്ടാണ് 1-ാം അധ്യായത്തിലൊക്കെ ഞാൻ ആരംഭത്തിലൊക്കെ ഓർപ്പിച്ചതുപോലെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോടുകൂടിയ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദത്തോടു കൂടിയ, വെള്ളവൊട്ടിന് സദൃശ്യമായിരിക്കുന്ന കാലോടുകൂടിയ കർത്താവിനെ പറ്റിയുള്ള ദിവ്യമായിരിക്കുന്ന ഒരു ദർശനം. അഥവാ നീറോ ചക്രവർത്തിമാരെക്കാട്ടിലും ട്രോജനെക്കാട്ടിലും ഡൊമീഷ്യനെക്കാട്ടിലും ഒക്കെ എല്ലാ നിലകളിലും ഉയർന്നു നിൽക്കുന്ന ഉന്നതനായിരിക്കുന്ന ക്രിസ്തുവിനെയാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇരിക്കുന്നവനും ഇരുന്നവനും എന്നൊക്കെ പറഞ്ഞുള്ള അനേക പദപ്രയോഗങ്ങൾ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കുന്നു. 2, അനേക ആരാധനകൾ ആ കാലഘട്ടത്തിൽ, സംഗീത ഗ്രൂപ്പുകൾ തന്നെ ഉണ്ടായിരുന്നു. പെർഗമോസ് പട്ടണത്തിലൊക്കെ പ്രത്യേകിച്ച് റോമൻ ഗവൺമെന്റിനെ പാടിപ്പുകഴ്ത്തുന്ന സംഗീത ഗ്രൂപ്പുകൾ തന്നെ ഉണ്ടായിരുന്നു. റോമാ ചക്രവർത്തിമാർക്ക് വേണ്ടിയുള്ള പ്രത്യേക വർഷിപ്പ് ടീമുകൾ തന്നെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇവിടെ സഭയ്ക്കൊരു ദർശനം നൽകിയാണ്, ഇതിനെക്കാട്ടിലും ഒക്കെയുള്ള മഹത്കരമായിരിക്കുന്ന ആരാധനയാണ് സ്വർഗീയ സിംഹാസനത്തിൽ ഉയരപ്പെടുന്നത്. ഈ സമൂഹത്തിൽ രാജാക്കന്മാരെ ആരാധിക്കുന്ന, ചക്രവർത്തിമാരെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ ലോക്കൽ കൾട്ടുകളെ ആരാധിക്കുന്ന വർഷിപ്പ് ടീമുകളുണ്ട്, സംഗീത ഗ്രൂപ്പുകളുണ്ട്. എന്നാൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന ആരാധന എന്ന് പറയപ്പെടുന്നത് ഇതിനെക്കാട്ടിലും ശ്രേഷ്ഠമായിരിക്കുന്ന ആരാധനയാണ്. അതുകൊണ്ടാണ് 4 മുതൽ ഉള്ള അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുന്ന സന്ദർഭത്തിൽ 7 പ്രധാനപ്പെട്ട ഹിമ്മുകളാണ്, സോങ്ങുകളാണ് പ്രധാനമായിട്ടും അതിൻ്റെ അകത്ത് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് വർഷിപ്പിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ തീർച്ചയായിട്ടും ആ ഹിമ്മുകൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ അകത്തെ ഡിസിപ്ലിൻ, അതിൻ്റെ അകത്തെ ലാംഗ്വേജ്, അതിൻ്റെ അകത്തെ പോസ്ചറുകൾ ഒക്കെ വ്യക്തമായിട്ട് പഠിക്കുന്നത് ആരാധനയോടുള്ള സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരിക്കും. അതുകൊണ്ട് ആരാധനയെ പറ്റിയുള്ള ഒരു ദർശനമാണ് അവർക്ക് നൽകുന്നത്. 3-മതായിട്ട് അവിടെ കാണുന്നത് സഭ എന്താണ്, ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ സഭ എപ്രകാരമായിരിക്കണം. അതുകൊണ്ടാണ് സഭയെ പറ്റിയുള്ള ഒരു വലിയ ദർശനം. 2-3 അധ്യായങ്ങളിലൊക്കെ സഭാദർശനമാണ്, അല്ലെങ്കിൽ സഭയുടെ ജീവിതം എങ്ങനെയായിരിക്കണം. 7 നിലവിളക്കിന്റെ ഇടയിൽ ഉലാവിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം സഭയിൽ ഉണ്ട് എന്നും സഭ എപ്രകാരം മുന്നോട്ട് പോകണമെന്നൊക്കെയുള്ള സഭയെ പറ്റിയുള്ള ദൈവിക ദർശനം, എക്ലീഷ്യോളജി, ക്രിസ്റ്റോളജി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട്
ഏറ്റവും ഒടുവിൽ ഭാവി നിങ്ങളുടെ എന്താണ് പ്രത്യാശ, നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്, ഈ ലോകം എങ്ങോട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് ഈ സമൂഹത്തിന് സംഭവിക്കാനായിട്ട് പോകുന്നു. അതുകൊണ്ട് ഭാവി പ്രത്യാശയെ പറ്റിയുള്ള വലിയൊരു ദർശനമാണ് അവസാനത്തെ ആളുകളിലേക്ക് കർത്താവ് നൽകി കൊടുക്കുന്നത്. നമ്മൾ വായിച്ച വേദഭാഗം 4-ാം അധ്യായത്തിലെ ചില വേദഭാഗങ്ങളാണല്ലോ വായിച്ചത്. അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ഒരു വലിയ സ്വർഗീയ സിംഹാസനത്തിന്റെ ദർശനമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ വേദഭാഗങ്ങൾ വായിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്: ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് ആൻഡ് ബിഹോൾഡ് എ ത്രോൺ സ്റ്റുഡ് ഇൻ ഹെവൻ വിത്ത് വൺ സീറ്റഡ് ഓൺ ദ ത്രോൺ. ഞാൻ സ്വർഗം തുറന്നിരിക്കുന്ന കാണുന്ന ഒരു വലിയ ദർശനം യോഹന്നാൻ കാണുകയാണ്. യോഹന്നാൻ അപ്പസ്തോലൻ കാണുകയാണ്. സ്വർഗം തുറന്നിരിക്കുന്നു, ഒരു സിംഹാസനം അതിൽ വെച്ചിരിക്കുന്നു, സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നത് താൻ കാണുകയാണ്. സോ എ ത്രോൺ സ്റ്റുഡ് ഇൻ ഹെവൻ, സ്ഥിരമായിരിക്കുന്ന, അൺമൂവബിൾ അല്ലാത്ത, അൺചേഞ്ചബിൾ അല്ലാത്ത ഒരു വലിയ സിംഹാസനം തുറന്നിരിക്കുന്നത് യോഹന്നാൻ വെളിപ്പാടിൽ കാണുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ റോമാ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഉന്നതമായിരിക്കുന്ന വലിയ ത്രോണുകളുണ്ട്, സിംഹാസനങ്ങളുണ്ട്. എന്നാൽ യോഹന്നാൻ കാണപ്പെടുന്ന ആ സിംഹാസനം അത് എന്നും നിലനിൽക്കുന്ന സിംഹാസനമാണ്. അതിനൊരിക്കലും മാറ്റമില്ലാത്ത സിംഹാസനമാണ്. ഇവിടുത്തെ ചക്രവർത്തി ഭരണങ്ങളും ലോകത്തിലെ എല്ലാ ഭരണങ്ങളും അവസാനിക്കും. പക്ഷേ ഇവിടെ ഈ നിലനിൽക്കുന്ന സിംഹാസനം, ഇളകാത്ത സിംഹാസനം, ഇളകാത്ത രാജ്യം, അത് കർത്താവിന്റെ സിംഹാസനം മാത്രമാണ്. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവമക്കൾ നമ്മുടെ സമൂഹത്തിലും ചുറ്റുപാടുകളിലും ഒക്കെ കാണുന്ന പലതും ഇളകിക്കൊണ്ടിരിക്കുകയാണ്, മറ്റു പലതും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. പക്ഷെ ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവമക്കളുടെ കണ്ണുകൾ തുറക്കേണ്ടത് എനിക്ക് വേണ്ടി തുറന്നിരിക്കുന്ന, എന്നും നിലനിൽക്കുന്ന ഒരു സ്വർഗീയ സിംഹാസനം എനിക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള ഉൾക്കാഴ്ച ഈ പ്രാർത്ഥനയിലും ആരാധനയിലും ഞാനും നിങ്ങളും പ്രാപിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം ചലനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാം കൺഫ്യൂഷനിലായിരിക്കുകയാണ്. ഇവിടെ ഈ ജനവും അപ്രകാരമായിരുന്നു. പക്ഷേ മൂവ് ചെയ്യാത്ത ഒന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗത്തിൽ ഉണ്ട്. ദൈവമാണ് ആ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. 2, ഈ സിംഹാസനം റോമൻ ഗവൺമെന്റിന്റെ സിംഹാസനം. അവിടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ചെല്ലാനായിട്ട് സാധിക്കത്തില്ല. അതിനെല്ലാം പ്രത്യേകിച്ച് ഹൈറാർക്കി സിസ്റ്റങ്ങളുണ്ട്. അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിനൊക്കെ പ്രത്യേക നിയമങ്ങളും നിയമനങ്ങളും ഒക്കെ ഉണ്ട്. അവിടേക്ക് കടക്കണമെങ്കിൽ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് മാത്രമേ ആ സിംഹാസനത്തിന്റെ അവസാന മേഖലകളിൽ വരെ എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ലോകത്തിലെ പ്രമുഖ മേഖലകളിലൊക്കെ നമ്മളും എത്തിച്ചേരണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും അതിനുള്ള സ്വാധീനമോ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റോ ഒക്കെ ഉണ്ടായിരിക്കണം. എന്നാൽ ഇവിടെ സിംഹാസനം എന്ന് പറയപ്പെടുന്നത് എല്ലാവർക്കും വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ്. അനന്തരം ഒരു വാതിൽ തുറന്നിരിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർഗത്തിന്റെ വാതിൽ, ഈ സിംഹാസനത്തിന്റെ വാതിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു വാതിലാണ്. അതുകൊണ്ടാണല്ലോ എബ്രായ ലേഖനത്തിൽ പറയുന്നത്, കരുണ ലഭിപ്പാനും കൃപ പ്രാപിപ്പാനും ഏത് സമയത്തും ധൈര്യത്തോടുകൂടെ ഈ ദൈവിക സിംഹാസനത്തിലേക്ക് ഏത് വ്യക്തിക്കും ഏത് നിമിഷവും ഏത് സാഹചര്യത്തിലും അത് ഏത് വ്യക്തിയാണെങ്കിലും അവന് കടന്നു ചെല്ലാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നത്: ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകിയിരിക്കുന്നു. ഏത് രാജാവ് നൽകും, ഏത് ചക്രവർത്തി നൽകും? ജയിക്കുന്നവന് കൂടെ ഇരുത്തുവാനായിട്ട് കഴിയത്തക്ക രീതിയിലുള്ള പദവി ലോകത്തിലെ ഒരു ചക്രവർത്തിമാരും ഒരു രാജാക്കന്മാരും ഒരു മന്ത്രിമാരും നൽകത്തില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, കരുണ ലഭിപ്പാൻ കൃപ പ്രാപിപ്പാൻ ജയിക്കുന്നവന് സിംഹാസനത്തിന്റെ ആക്സസ് ഉള്ള ഏത് ദൈവരാജ്യമാണുള്ളത് അത് കർത്താവിന്റെ സിംഹാസനത്തിൽ മാത്രമാണ്. അത് അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ഇന്ന് പകൽക്കാലം കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഇവിടെ ഈ സിംഹാസനത്തിൽ അനേക ദർശനങ്ങൾ നമുക്ക് കാണുന്നു. നിങ്ങൾ അത് വായിക്കുന്ന സന്ദർഭത്തിൽ അതിൽ ഒരുത്തൻ ഇരിക്കുന്നത് കാണുന്നു, സൂര്യകാന്തത്തോടു കൂടിയവൻ. His appearance was an emerald. Around the throne there were 24 thrones, and seated on the throne were 24 elders. പത്മരാഗത്തോട് സദൃശ്യൻ, അതുപോലെ തന്നെ മരതകത്തോട് സദൃശ്യമായ ഒരു പച്ചവില്ല്, 24 സിംഹാസനം. ആ സിംഹാസനത്തിന് ചുറ്റുമായിട്ട് 24 സിംഹാസനം. ആ 24 മൂപ്പന്മാരും വെള്ള വസ്ത്രം ധരിച്ചിരിക്കും. അവരുടെ തലയിലെല്ലാം പൊൻ കിരീടങ്ങളുണ്ട്. ഇനിയും അതിന്റെ ചുറ്റിലായിട്ട് വീണ്ടും 7 ദീപങ്ങൾ, 7 ആത്മാക്കളായിരിക്കുന്ന 7 ദീപങ്ങൾ. പിന്നീട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്, ബിഫോർ ദ ത്രോൺ ദർ വാസ് എ സീ ഓഫ് ഗ്ലാസ്.
സിംഹാസനത്തിന്റെ മുൻപിൽ പളുങ്കിനൊത്ത കണ്ണാടി കടൽ. പിന്നീട് പറയുന്നത് സിംഹാസനത്തിന്റെ നടുവിൽ ലിവിങ് ക്രീച്ചേഴ്സ്. അത് ഓരോന്ന് സാദൃശ്യമെന്ന, അതല്ല, പക്ഷെ സാദൃശ്യമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദ ഫസ്റ്റ് ലിവിങ് ക്രീച്ചർ ലൈക്ക് എ ലയൺ. ഇതിനെല്ലാം പ്രത്യേക ഓരോ രീതികളിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഓരോ സമൂഹങ്ങളും വ്യത്യസ്ത രീതികളിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈ സിംഹാസനം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവസാന്നിധ്യത്തെ കാണിക്കുന്ന ഒരു ദർശനം. ശ്രദ്ധിക്കുക, പ്രപഞ്ചം മുഴുവനും ദൈവത്തെ ആരാധിക്കുന്ന, പ്രപഞ്ചം മുഴുവനും ഒത്തുചേർന്നിരിക്കുന്ന ഒരു ആരാധനയുടെ ഒരു ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. മരതകവും പച്ചവില്ലും ഒക്കെ ഈ ഭൂമിയിലെ ഓരോ വസ്തുക്കളാണ്. അതുപോലെ തന്നെ സിംഹാസനത്തിന് മുൻപിൽ പളുങ്കിനൊത്തിരിക്കുന്ന കണ്ണാടി കടൽ. കടൽ എന്നൊക്കെ ഉള്ളത് ബൈബിളിലെ ജനപ്രവാഹത്തെ പറ്റിയൊക്കെ ഉള്ള ഒരു പരാമർശങ്ങളാണ്. എന്നാൽ ഇവിടെ കാണപ്പെടുന്ന പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ ട്രാൻസ്പാരൻസിയെ കാണിക്കുന്നതാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഇവരുടെ ഭരണത്തോടുള്ള ബന്ധത്തിൽ പ്രാക്സ് റൊമാന എന്നൊക്കെയുണ്ട്. റോമൻ പീസ് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇവർ ഒത്തിരി പ്രചരണങ്ങളൊക്കെ നടത്താറുണ്ട്. ഇന്നും ഭരണകർത്താക്കൾ ഭരണ മേഖലകളിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ഭരിച്ചാൽ ഇപ്രകാരമൊക്കെ ആകും എന്നൊക്കെ പറയുന്ന ഒത്തിരി നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലും പ്രാക്സ് റൊമാന, റോമൻ പീസ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുവാൻ വേണ്ടി സംഗീത ഗ്രൂപ്പുകളെയൊക്കെ അയച്ച് സമാധാനം പ്രഖ്യാപിക്കപ്പെടാറുണ്ട്. പക്ഷേ അവിടെ ഒന്നും സമാധാനമില്ല. പക്ഷെ ഇവിടെ കാണുന്ന സിംഹാസനത്തിന് മുൻപിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, അത് സമാധാനപരമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തെയും ട്രാൻസ്പെറൻസിയും ഒക്കെ കാണിക്കുന്നതാണ്. യോഹന്നാൻ വെളിപ്പാടിൽ കൺഫ്യൂഷൻ നിറഞ്ഞിരിക്കുന്ന ഈ വേൾഡിൽ കടൽ ലോകത്തെ കാണിക്കുന്നതാണ്. കൺഫ്യൂഷൻ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ, ഈ സാഗരത്തിൽ ഈ സിംഹാസനം എന്ന് പറയപ്പെടുന്നത് ട്രാൻസ്പെറന്റ് ആണ്. ഇവിടെ സമാധാനമുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ദർശനങ്ങൾ, ലിവിങ് ക്രീച്ചേഴ്സിന്റെ ദർശനങ്ങൾ കാണിക്കുകയാണ്. 4 പ്രധാനപ്പെട്ട ജീവികളുടെ സാദൃശ്യത്തിലൊക്കെ ഇവിടെ കാണിക്കുന്നു. അത് സിംഹം ധൈര്യമുള്ള ഒരു മൃഗത്തെയാണ് കാണിക്കുന്നത്. പല പ്രിയപ്പെട്ടവർക്കും പല വ്യാഖ്യാനങ്ങൾ അതിനോടുള്ള ബന്ധത്തിലുണ്ട്. അല്ലെങ്കിൽ മൃഗങ്ങളിലെ രാജാവാണ് സിംഹം. പിന്നീട് കാണുന്നത് മനുഷ്യ മുഖമുള്ള, അത് കാളയ്ക്ക് സദൃശ്യം. ഇപ്പൊ ബുദ്ധി ഏറ്റവും കൂടുതലുള്ള ജീവിയാണ് മനുഷ്യൻ. പിന്നീട് കാണുന്നു കാളയ്ക്ക് സദൃശ്യം, അല്ലെങ്കിൽ അത് അധ്വാനത്തിന്റെ ഒരു സിംബലാണ്. അന്നത്തെ കാലഘട്ടത്തിൽ അഗ്രികൾച്ചറിനോടൊക്കെ ബന്ധപ്പെട്ട് കാളകൾ ഉഴാനായിട്ടൊക്കെ കൊണ്ടുപോകുന്ന ഒരു മൃഗം കൂടെയാണ്. പിന്നീട് കഴുകനെ ഇവിടെ കാണിക്കപ്പെടുന്നു. ഇതെല്ലാം സിംബൽസ് ആണ്. സിംബൽസ് അതിൽ തന്നെ അർത്ഥമല്ല, അത് പല അടയാളങ്ങളിലേക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. കഴുകൻ എന്ന് പറയപ്പെടുന്നത് വളരെ ദീർഘദൃഷ്ടിയുള്ളതും ഉയരത്തിൽ പറക്കുന്നതുമായിരിക്കുന്ന ജീവിയൊക്കെയാണ്. ഇതിനെ ഓരോ പ്രിയപ്പെട്ടവർ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ. നമ്മുടെ ആരാധനയിൽ ബുദ്ധിയോടുകൂടെ വേണമെന്നും, അല്ലെങ്കിൽ ധൈര്യത്തോടുകൂടെ വേണമെന്നും, ദീർഘവീക്ഷണത്തോടുകൂടെ വേണമെന്നും ഒക്കെയുള്ള വ്യാഖ്യാനങ്ങൾ പല രീതികളിലുമുണ്ട്. അതൊക്കെ ഓരോ തലങ്ങളിലും വ്യാഖ്യാനിക്കാം. ഇവിടെ ഈ കാണപ്പെടുന്ന ജീവികൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വലിയ ചിത്രമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം സസ്യലോകം, അല്ലെങ്കിൽ അഗ്രികൾച്ചർ വേൾഡ്, അല്ലെങ്കിൽ വാനഗോളം, മനുഷ്യകുലം, ജന്തുലോകം, അതുപോലെ തന്നെ കടൽ, ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്ന് പ്രകൃതി മൊത്തം ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധനയുടെ ഒരു വലിയ ചിത്രം ഈ സിംഹാസനത്തിൽ കാണുകയാണ്. ആ സിംഹാസനത്തിൽ നിന്ന് ലൈറ്റ്നിങ്, തണ്ടർ, മഴവില്ല്, നോഹയുടെ കാലഘട്ടത്തിലാണ് മഴവില്ലൊക്കെ ഉണ്ടാകുന്നത്. അത് ദൈവത്തിന്റെ കൃപയെ കാണിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു വലിയൊരു ദർശനമാണ് യോഹന്നാന് സ്വർഗത്തിലെ ദൈവം നൽകിക്കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, ആരാധനയുടെ മാധുര്യം എന്ന് പറയപ്പെടുന്നത് നമ്മളുടെ ചിന്തകൾക്കുമൊക്കെ അപ്പുറമാണ്. ഇത്രയും പ്രകൃതികൾ, പ്രപഞ്ചങ്ങൾ മൊത്തം ദൈവസന്നിധിയിലുള്ള ആരാധനയുടെ മഹത്വത്തെ വർണ്ണിക്കുവാൻ വേണ്ടി ഇവിടെ എഴുത്തുകാരൻ തന്റെ ഭാവനയിൽ ദൈവം നൽകിയ ആ ചിത്രത്തെ സമൂഹത്തിന് വേണ്ടി താൻ വിഭാവന ചെയ്തു കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഇനിയും അനുഭവിക്കുവാൻ പോകുന്നത് പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ആ ദൈവീക സിംഹാസനത്തിൽ ഉൾച്ചേർന്ന് നിൽക്കുന്ന ഒരു ആരാധനയുടെ അനുഭവത്തിലേക്ക് ദൈവം തന്റെ ജനത്തെ നയിക്കും. ഇവിടെയാണ് നമുക്ക് ആരാധനയൊക്കെ ബോറിംഗ് ആയിട്ട് തീരുന്നത്. കുറെ നേരം കൈയടിക്കുമ്പോൾ സ്തോത്രം പറയുമ്പോൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കരമായ
പക്ഷേ ശ്രദ്ധിക്കുക, ഇവിടെ കാണപ്പെടുന്ന പ്രകൃതികൾ അല്ല. നിങ്ങൾ ഈ ഭൂമിയിൽ തന്നെയുള്ള നല്ല നല്ല പ്രകൃതി മനോഹരമായിരിക്കുന്ന സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പോരാനായിട്ട് തോന്നത്തില്ല, ഇല്ലേ? അമേരിക്കയിലെ ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. യോസ്മൈറ്റി പോലെ, അതുപോലെ നാഷണൽ പാർക്കുകളിൽ ഒക്കെ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനോഹാരിതയാണ്. അങ്ങനെയെങ്കിൽ വലിയ വലിയ ഫോറസ്റ്റുകളിൽ, ഓഷ്യനുകളിൽ ഒക്കെയുള്ള എന്തെല്ലാം മനോഹാരിതകളുണ്ട്. ആകാശഗംഗ ഗാലക്സികളിലൊക്കെ എന്തെല്ലാം മനോഹാരിതകളുണ്ട്. ഇവിടെ നമ്മൾ നിൽക്കുന്ന സന്ദർഭത്തിലാണ് നമുക്ക് പലപ്പോഴും ബോറിംഗ് ആയിട്ട് പോകുന്നത്. എന്നാൽ ഇവിടെ യോഹന്നാൻ പത്മോസ് ദ്വീപിന്റെ ഏകാന്തതയിൽ കിടക്കുമ്പോൾ താൻ കാണുന്ന ആ മനോഹരമായിരിക്കുന്ന ദർശനത്തിന് മുന്നിൽ ഈ പ്രകൃതികൾ മൊത്തം ആരാധനയിൽ സമുന്നയിച്ചു നിൽക്കുന്ന, പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ദൈവസാന്നിധ്യത്തിന്റെ ആ വലിയ ദർശനമാണ് കാണുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, ലോകം മൊത്തം, എല്ലാ പ്രപഞ്ചത്തിന്റെ സകലവും ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന ആരാധനയുടെ വലിയൊരു ചിത്രമാണ് ഇവിടെ യോഹന്നാൻ കാണുന്നതെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു വലിയ ദർശനത്തിലേക്കാണ്. ആരാധനയ്ക്ക് നമ്മൾ മനസ്സിലാകാത്ത ആഴങ്ങളിലുള്ള ഒരു വലിയ ദർശനത്തിലേക്കാണ്. ഇവിടെ കഷ്ടതയിൽ കൂടെ, പീഡനത്തിൽ കൂടെ കടന്നു പോകുന്ന ദൈവജനത്തോട്, കൺഫ്യൂഷനിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ദൈവിക സിംഹാസനം അത് ഏറ്റവും ഉന്നതമായിരിക്കുന്ന സ്വർഗം ദൈവത്തിന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠമെന്നൊക്കെ പ്രവചന പുസ്തകങ്ങളിൽ പറയുന്നത് പോലെ ദൈവിക സിംഹാസനത്തിൽ ഉയർന്നു നിൽക്കുന്ന മനോഹാരിത കണ്ടുകൊണ്ട്, ദൈവിക സൗന്ദര്യം കണ്ടുകൊണ്ട്, ദൈവിക ശ്രേഷ്ഠത കണ്ടുകൊണ്ട്, ഇന്ന് പകൽക്കാലം ആരാധനയുടെ മഹത്വം നമ്മുടെ ഹൃദയങ്ങളിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി വരുന്ന പ്രിയപ്പെട്ടവർ, ഞാൻ ആരാധിക്കുന്ന ദൈവം എന്ന് പറയപ്പെടുന്നത് എന്റെ കണ്ണുകൾക്കോ എന്റെ ചിന്തകൾക്കോ യോഹന്നാൻ എന്ന് പറയപ്പെടുന്ന ആ ചെറിയ മനുഷ്യന്റെ മനോമുഖരങ്ങളിൽ കൊടുത്ത ചിന്തകൾ എന്ന് പറയപ്പെടുന്നത് ഈ ലോകത്തിന്റെ ചിന്തകളാണ്. എന്നാൽ അതിലുമൊക്കെ അപ്പുറമായി മനോഹാരിത നിറഞ്ഞ, സൗന്ദര്യം നിറഞ്ഞ, സകലത്തെയും ഉൾക്കൊള്ളുന്ന ആ ദൈവ സാന്നിധ്യത്തിന്റെ വ്യാപാരത്തിന് മുൻപിൽ ആരാധനയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നിന്ന് പുറപ്പെടുന്ന ദൈവീക മഴവില്ലുകൾ, മഴവില്ല് ദൈവത്തിന്റെ കൃപയെയാണ് കാണിക്കുന്നത്, ദൈവിക ഗ്രേസുകളാണ്. അവിടെ നിന്ന് പുറപ്പെടുന്ന ഇടിമിന്നലുകൾ, നാദം എന്നൊക്കെ പറയപ്പെടുന്നത് ദൈവിക ശബ്ദത്തെയാണ് കാണിക്കുന്നത്. ഈ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവിക ശബ്ദങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം ആരാധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകൃപയുടെ വ്യാപാരം മഴവില്ല് പോലെയുണ്ട്. പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ പോലെ ആ സമാധാനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന ദൈവീകമായിരിക്കുന്ന ഇടപെടലുകളുണ്ട്. ആ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ നാദം എന്ന് പറയപ്പെടുന്നത് അത് വചനത്തിന്റെ ശക്തീകരണത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകരുന്ന ആനന്ദമുണ്ട്. ഇന്ന് പകൽക്കാലം അത് ഇവിടെയും പ്രാപിക്കാനായിട്ട് കഴിയും. പത്മോസ് ദ്വീപിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ അത് പ്രാപിക്കാൻ കഴിഞ്ഞുവെങ്കിൽ, കൺഫ്യൂഷനിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ജീവിതത്തിൽ ടെൻഷനിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ആകുലതകളിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് പകൽക്കാലം സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് കൃപയും കരുണയും ദൈവീക സമാധാനവും പുറപ്പെടുന്നുണ്ട്. അത് അനുഭവിക്കുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഈ ജീവികൾക്കെല്ലാം ചിറകുകളും കണ്ണും ഒക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനേക കാര്യങ്ങൾ ഈ വേദവചനത്തോടുള്ള ബന്ധത്തിലുണ്ട്. എന്നിട്ട് ഈ ജീവികൾ വിളിച്ചു പറയുന്ന പദമാണ് ആരാധനയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 24 മൂപ്പന്മാർ, അതിനും വ്യത്യസ്തങ്ങളായിരിക്കുന്ന വ്യാഖ്യാനങ്ങളുണ്ട്. അന്നത്തെ റോമൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ 24 റിലിജൻ ഉണ്ടായിരുന്നു. അവിടെ അതിൻ്റെ എല്ലാം ഹൈ പ്രീസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് അവരുടെ മറ്റൊരു രീതിയിലുള്ള വ്യാഖ്യാനമാണെന്ന് ചില പ്രിയപ്പെട്ടവർ വ്യാഖ്യാനിക്കാറുണ്ട്. അവരും വെള്ളവസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. അതുപോലെ തന്നെ 24 മൂപ്പന്മാരെന്ന് പറയപ്പെടുന്നതിന് മറ്റു വ്യാഖ്യാനങ്ങൾ പറയപ്പെടുന്നത് ആഗോള സഭയുടെ ഒരു സിംബലിനെ കാണിക്കാൻ വേണ്ടിയാണ്. മറ്റു ചില പ്രിയപ്പെട്ടവർ അഭിപ്രായപ്പെടുന്നത് 12 ഗോത്രവർഗത്തിന്റെ തലവന്മാർ, 12 അപ്പോസ്തലന്മാർ, ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിരിക്കുന്ന വ്യാഖ്യാനങ്ങളൊക്കെ ഈ വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ ഉണ്ട്. എന്നാൽ അതിന്റെ ദീർഘമായിരിക്കുന്ന ഒരു ഡിസ്കഷൻ അല്ലല്ലോ സഭായോഗം എന്ന് പറയപ്പെടുന്നത്. നമ്മൾ ഇതിൽ കൂടെ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഒരു ആരാധനയിലേക്ക് തുറക്കപ്പെടുന്ന ഒരു വലിയൊരു ദർശനം എന്നുള്ളതാണ് പ്രാരംഭമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഈ ആരാധന വളരെ ഡിസിപ്ലിൻഡ് ആണ്. കാരണം സിംഹാസനം, അതിന് ചുറ്റും 24 മൂപ്പന്മാരുടെ സിംഹാസനം, ആ സിംഹാസനത്തിന് ചുറ്റുമായിട്ട് 4 ജീവികൾ, അവിടെ നിന്ന് പുറപ്പെടുന്ന ഇടിയും, ഇതെല്ലാം വളരെ ഡിസിപ്ലിൻഡ് ആണ്. ശ്രദ്ധിക്കുക, ആരാധന ഡിസിപ്ലിൻ ആയിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹങ്ങൾക്ക് ആരാധനയ്ക്ക് ഒരു വലിയ ഡിസിപ്ലിൻ ഒന്നുമില്ല. വരിക, പോവുക, ഇറങ്ങുക, പോവുക, ഇതൊക്കെ അതിൻ്റെ അകത്ത് അവരും, കാരണം ഓൾറെഡി നമ്മുടെ കൂടെ ഈശോ മിശിഹ ഉള്ളത് കൊണ്ട് നമുക്കിതൊന്നും വലിയ സംഭവമൊന്നും അല്ല. ആരാധന ഇവിടെ ശ്രദ്ധിക്കുക, സ്വർഗത്തിലെ ആരാധനയ്ക്ക് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ആ വലിയ ആരാധനയിൽ ഇറ്റ് ഹാസ് എ സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ. ഒരു വലിയ ഡിസിപ്ലിൻ അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം പ്രപഞ്ച സൃഷ്ടിതാവായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലുള്ള ആരാധനയാണ് അവിടെ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധനയിൽ അതിന്റെ ഭാഷകളുണ്ട്, ലാംഗ്വേജുകൾ, ഇവർ പറയുന്ന ലാംഗ്വേജുകളാണല്ലോ ആരാധനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ആരാധനയിലും ആരാധകർക്കും, ശ്രദ്ധിക്കുക, ആരാധനയിലും ആരാധകർക്കും ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം, ഒരു ഭാഷാ പ്രയോഗം ഉണ്ടായിരിക്കണം, ഒരു പോസ്ചർ ഉണ്ടായിരിക്കണം. ഇതെല്ലാം ആരാധനയുടെ ഭാഗങ്ങളാണ്. എന്നിട്ട് ഇവര് പറയുന്നത് വർഷിപ്പിന്റെ അകത്ത് ഉണ്ടായിരിക്കുന്നത്, ഇവര് പറയുകയാണ്, the holy 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 is the God almighty who was and is to come. ഈ ജീവികൾ പറയുന്ന ചില പദപ്രയോഗങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. So worship involves purity. ആരാധനയിൽ വിശുദ്ധിയുണ്ട്. ഇവിടെ ഇതേ പദപ്രയോഗം നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലാണ്. സാറാഫുകൾ പറയുന്ന പദമാണ് അവൻ പരിശുദ്ധൻ 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 എന്ന് ആവർത്തിച്ചു പറയുന്നു. ഇവര് പറയുകയാണ് ഹി ഈസ് ഡിഫറെന്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, ഹി ഈസ് ഡിഫറെന്റ്, ഹി ഈസ് നോട്ട് ലൈക്ക് അസ്, ഹി ഈസ് സ്പെഷ്യൽ. ഇത്രയും സംവിധാനങ്ങളെല്ലാം കാണിച്ചിട്ടും പളുങ്ക് കടൽ, പത്മരാഗം, അതുപോലെ തന്നെ മരതകം, മഴവില്ല്, ഇതെല്ലാം കാണിച്ചിട്ടും പിന്നെ പറയുകയാണ്, ഇവര് പറയാണ് ഹി ഈസ് ഡിഫറെന്റ്, ഹി ഈസ് നോട്ട് ലൈക്ക് അസ്, ഹി ഈസ് ഹോളി, ഹി ഈസ് ഹോളി, ഹി ഈസ് സെപ്പറേറ്റഡ്. ആരാധനയിൽ വന്നിരിക്കുന്ന ദൈവമക്കളുടെ ഉള്ളങ്ങളിൽ ഉണ്ടാകേണ്ട ചിന്ത എന്ന് പറയപ്പെടുന്നത് ഹി ഈസ് നോട്ട് ലൈക്ക് മീ, ഹി ഈസ് നോട്ട് ലൈക്ക് അസ്. അവൻ സെപ്പറേറ്റ് ആണ്, അവൻ വിശുദ്ധനാണ്, അവൻ പരിശുദ്ധനാണ്. പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളങ്ങളിലേക്ക് തുടിക്കേണ്ട ഒരു വലിയ ചിന്ത, പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാൻ വരുന്നത്. ദൈവം പരിശുദ്ധനാ, അവൻ പരിശുദ്ധിയിൽ നിറകുടമാ, അവൻ വിശുദ്ധനായ ദൈവമാ, അവന്റെ അടുക്കലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് ഈ ക്രീച്ചേഴ്സ് വിളിച്ചു പറയപ്പെടുന്നത്. പിന്നെ പറയുന്നു ഹീസ് ഓൾമൈറ്റി, ഇവൻ ശക്തനാ, ഹീസ് എ സോവറിംഗ് ലോർഡ്, ഇവൻ ഭയങ്കരനാണ്. കാരണം ഇവരിത് കണ്ടിട്ട് ഇവര് തന്നെ പരിഭ്രമിച്ചു നിൽക്കുകയാണ്. ഈ സംഭവങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം ഈ എബ്രായ ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിൽ പറയുന്നു, സ്ഥൂലമായതും തീ കത്തുന്നതുമായിരിക്കുന്ന പർവ്വതത്തിന്റെ അടുക്കലല്ല നിങ്ങൾ വന്നിരിക്കുന്നുള്ള പദപ്രയോഗങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിച്ചതാണ്. എന്നാൽ അതിലും അപ്പുറമായിട്ട് ഇവിടെ പറയാം ഹീസ് ഓൾമൈറ്റി ഗോഡ്, ഇവൻ സോവറിൻ ലോർഡാണ്, സർവശക്തനായ ദൈവമാണ് എന്ന് എപ്പോഴും പറയുക. രാപ്പകൽ കണ്ടിന്യൂസ് they are worshiping the Lord continuously. തുടർമാനമായിട്ട് ദൈവസന്നിധിയിൽ പറയാ ഇവൻ പരിശുദ്ധനാ, ഇവൻ പരിശുദ്ധനാ, ഇവൻ സോവറിൻ ലോർഡാണ്, ഇവനാണ് സകലത്തിന്റെയും നിയന്ത്രിതാവ്. വീണ്ടും പറയുന്നു എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാ. അഥവാ വീണ്ടും പറയുകയാണ് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി who was and is to come. He is the beginning and he is the end. He is an eternal Lord. ഇവൻ മാത്രമാണ് ആദ്യനും, ഇവൻ മാത്രമാണ് അന്ത്യനും, ഇവൻ മാത്രമാണ് എന്നുമുള്ളത്. ഈ ചക്രവർത്തിമാർ ഈ കാലഘട്ടം മാത്രമേ ഉള്ളൂ.
അല്ലെങ്കിൽ ഈ കൊറോണ ഈ കാലഘട്ടം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ രാജാക്കന്മാർ ഈ കാലഘട്ടം മാത്രമേ ഉള്ളൂ, ഇന്ന് കാണപ്പെടുന്ന പ്രഗത്ഭരായിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും ഈ കാലഘട്ടം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ കാണുന്ന ഈ വ്യക്തി ഉണ്ടല്ലോ, അവൻ ഇരുന്നവനാണ്, അവൻ ഇപ്പോൾ ഇരിക്കുന്നവനാണ്, അവൻ ഇനിയും ഇരിക്കുന്നവനാണ്. അങ്ങനെയുള്ള ദൈവത്തെയാ ഞാനും നിങ്ങളും സേവിക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ മുൻപിൽ നിൽക്കുന്ന ഏത് പ്രതിസന്ധികളെയും ദൂരത്തെ കാണുന്ന, നിന്റെ ഭൂതം അറിയുന്ന, നിന്റെ വർത്തമാന കാലങ്ങളെ അറിയുന്ന, നിന്റെ ഭാവി അറിയുന്ന സർവശക്തനായ ദൈവം പറയുകയാണ്, അവൻ എന്നേക്കും ഇരിക്കുന്നവനാണ്. He is an everlasting Lord. He is an eternal Lord. Let's worship that great Lord in this morning. വർഷിപ്പ് ടീം മുമ്പോട്ട് വരാവുന്നതാണ്. 11-ാം വാക്യം. 24 മൂപ്പന്മാരും സിംഹാസനത്തിന്റെ മുൻപിൽ ഇരിക്കുന്നവനെ വീണ് നമസ്കരിച്ചു. So they cast their crowns before the throne. അവര് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന്റെ മുൻപിലിട്ടു. ശ്രദ്ധിക്കുക, ഇവർക്ക് പൊൻകിരീടങ്ങളുണ്ട് എന്നാണ് നമ്മൾ വായിച്ചത്. So crown is the symbol of achievement. കിരീടം എന്ന് പറയപ്പെടുന്നത് നേട്ടങ്ങളെ കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ നേടിയെടുത്ത പലതിനെയും കാണിക്കുന്നതാണ്. പുതിയ നിയമത്തിൽ പല രീതികളിലുള്ള കിരീടങ്ങളെ പറ്റി നമ്മൾ ബൈബിൾ കാണുന്നു. ചില പ്രിയപ്പെട്ടവർ ആ പ്രകാരം ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. ജീവകിരീടം, വാടാത്ത കിരീടം, ഏത് വ്യാഖ്യാനങ്ങളുമായിക്കോട്ടെ നമ്മൾ വിശകലനത്തിനായിട്ട് തയ്യാറാകുന്നു. പക്ഷെ കിരീടം എന്നുള്ളത് നേട്ടത്തെ കാണിക്കുന്ന, അച്ചീവ്മെന്റ്സിനെ കാണിക്കുന്നതാണ്. ഇവിടെ ഈ സിംഹാസനത്തിന് മുൻപിൽ വന്നിരിക്കുന്ന ഈ മൂപ്പന്മാർ അവരുടെ കിരീടങ്ങളെ ദൈവസന്നിധിയിൽ ഇട്ടു, സിംഹാസനത്തിന്റെ മുൻപിലിട്ടു. So they cast their achievements before the throne. ജീവിതത്തിന്റെ എല്ലാ നേട്ടങ്ങളെയും, ജീവിതത്തിന്റെ എല്ലാ കിരീടങ്ങളെയും എവിടാ ഇടേണ്ടത്? സിംഹാസനത്തിന്റെ മുൻപിലായി ഇടേണ്ടത്. നിനക്കുള്ള വിദ്യാഭ്യാസത്തിന്റെ കിരീടം, നിനക്കുള്ള സമ്പത്തിന്റെ കിരീടം, നിനക്കുള്ള ആരോഗ്യത്തിന്റെ കിരീടം, നിനക്കുള്ള ഇൻഫ്ലുവൻസിന്റെ കിരീടം. You may have different crowns in your life, but you have to cast all your achievements upon the throne. ദൈവിക സിംഹാസനത്തിന്റെ മുൻപിൽ ഇവരെല്ലാ നേട്ടങ്ങളും താഴെ ഇട്ടതിനു ശേഷം അവർ വിളിച്ചു പറയുകയാണ്, You are worthy. Our achievements are not worthy. ഞങ്ങൾ നേടിയതൊന്നും വർത്തിയായിട്ടുള്ളതല്ല. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും. Lord, you created all things. സകലവും സൃഷ്ടിച്ചവനും, നിന്റെ ഇഷ്ടം കേതുവാൽ സകലവും ഉണ്ടായതും. അതുകൊണ്ട് നീയാണ് സകല മഹത്വത്തിനും സകല ബഹുമാനത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യനായിരിക്കുന്നവൻ. So we are unworthy human being. We cast all the achievements upon this throne and praising the Lord. You are the creator. You are an eternal Lord. And we give all the glory, honor and praise unto your name. എത്ര പ്രിയപ്പെട്ടവർക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് താഴ്മയോട് പറയാം. So worship involves humility. ആരാധന എന്ന് പറയപ്പെടുന്നത് വിനയമാണ്. ആരാധന എന്ന് പറയപ്പെടുന്നത് സബ്മിഷനാണ്. ആരാധന എന്ന് പറയപ്പെടുന്നത് ദൈവസന്നിധിയിലുള്ള സമർപ്പണമാണ്. ആരാധന എന്ന് പറയപ്പെടുന്നത് നീ വർത്തിയല്ല. He is the Lord and the Creator. He is the Holy Lord. He is the Almighty Lord. He is an eternal Lord. So worship declaring a great praise about the Creator. സൃഷ്ടിതാവായ ദൈവത്തെ സ്തുതിക്കുന്നതാ ആരാധന. ഇന്ന് പകൽക്കാലം അപ്രകാരം സ്തുതിക്കാൻ തയ്യാറാകുമ്പോൾ, അപ്രകാരം വിനയത്തോടെ ദൈവസന്നിധിയിൽ പറയാൻ തയ്യാറാകുമ്പോൾ സ്വർഗീയ സിംഹാസനം നിനക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്.